ഇന്നലെ വരെ എല്ലാ സുഖ സൗകര്യങ്ങളും CPM-നകത്തും LDF-നകത്തും അനുഭവിച്ച ആളുകളെ UDF കൊണ്ടുവന്ന് അവരെ മത്സരിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് കൂടും എന്നുള്ളതല്ലാതെ ഇപ്പോൾ LDF-ൽ നിന്ന് പോകുന്ന ആളുകളെ കൊണ്ട് UDF-ന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടവും ഉണ്ടാകില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ദാരിദ്ര്യത്തെ എങ്ങനെ വിൽക്കാമെന്നാണ് CC മുകുന്ദൻ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും ദാരിദ്ര്യത്തെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്നലെ വരെ നാട്ടികയിലുണ്ടായിരുന്ന ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെ മുഴുവൻ പച്ചത്തറി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ CC മുകുന്ദൻ എന്ന് പറഞ്ഞ ആള്. CPM-ൽ നിന്ന് ആരെങ്കിലും വന്ന് മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് നയപരിപാടികളോ നിലപാടുകളോ ഇല്ല എന്നല്ല വ്യക്തമാകുന്നത്. അതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിന്? തങ്ങളുടെ പാർട്ടിക്കകത്തും ചുണക്കുട്ടികളായിട്ടുള്ള ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവരെ മത്സരിപ്പിച്ച് ഞങ്ങൾ ഭരണം പിടിക്കും എന്ന് പറയാനുള്ള ആർജവമില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയില്ലേ? ഇന്നലെ രാവിലെ ഉണ്ടായ സൗഹൃദത്തിന്റെ മുമ്പിൽ തന്റെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ സുധാകരൻ അടിയറവ് വെക്കുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമസ്കാരം. LDF-ൽ നിന്ന് പോകുന്നുണ്ട്. ഇവരെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് കൂടും എന്നുള്ളതല്ലാതെ ഇപ്പോൾ LDF-ൽ നിന്ന് പോകുന്ന ആളുകളെ കൊണ്ട് UDF-ന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടവും ഉണ്ടാകില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ LDF-ൽ നിന്ന് UDF-ലേക്ക് പോകുന്ന ആളുകളെ എന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. അതായത് CC മുകുന്ദൻ CPI-യുടെ നാട്ടിക MLA ആയിരുന്നു. അദ്ദേഹത്തോട് ഇന്ന് കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ എത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് ഡൽഹിയിലേക്കുള്ള യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. CPI-ൽ നിന്ന് ഇന്നലെ അദ്ദേഹത്തെ പുറത്താക്കി. ഇനി ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമ ജീവിതത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തി സ്വന്തം നാട്ടിലുള്ള സഖാക്കന്മാരോട് തമ്മിലടിച്ച് നിൽക്കുന്ന ഒരു സഖാവിനെ വീണ്ടും അവിടെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? ദാരിദ്ര്യത്തെ എങ്ങനെ വിൽക്കാമെന്നാണ് CC മുകുന്ദൻ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും ദാരിദ്ര്യത്തെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ ദാരിദ്ര്യത്തെ എങ്ങനെ എൻക്യാഷ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ സിമ്പതിയെ എങ്ങനെ എൻക്യാഷ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ CC മുകുന്ദൻ എന്ന് പറയുന്ന MLA പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാനുണ്ട്. അതുകൊണ്ട് CC മുകുന്ദൻ ഇപ്പം നാട്ടികയിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാലും അവിടെ ഒന്നും സംഭവിക്കാനും വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ടെന്നേ, ഇന്നലെ വരെ നാട്ടികയിലുണ്ടായിരുന്ന ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെ മുഴുവൻ പച്ചത്തറി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ CC മുകുന്ദൻ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ അവിടെ ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദിക്കുകയും തല്ലുകൊള്ളുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടത്തുന്ന ആളുകളുടെ അവസ്ഥ എന്താവും? അത് ആലോചിച്ച് നോക്കണ്ടേ കോൺഗ്രസ് നേതൃത്വം? കാരണം നേരെ ഡൽഹിക്ക് വിളിപ്പിച്ചേക്കുവാണ്. ഏതെങ്കിലും തരത്തിൽ ആ നാട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു ജനകീയ അടിത്തറയുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ CC മുകുന്ദൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ സിമ്പതിയിലൂടെ വീണ്ടും ഒരു ജനകീയ മുഖമാകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും സ്വന്തം നാട്ടിലല്ലേ അദ്ദേഹം ജീവിക്കുന്നത്. സ്വന്തം നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ മറ്റ് സംസ്ഥാനത്തൊട്ടാകെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സമരനായകനോ വിപ്ലവ സിംഹമൊന്നും അല്ലല്ലോ ഈ CC മുകുന്ദൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതോടെ നിൽക്കട്ടെ. അപ്പോൾ CC മുകുന്ദൻ LDF വിട്ട് UDF-ൽ എത്തുന്നതോടുകൂടി UDF-ന് യാതൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. പിന്നെ ഇതിന് മുമ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ LDF വിട്ടിട്ട് UDF-ലേക്ക് പോയിട്ടുള്ള പ്രഗത്ഭരായെന്ന് മാധ്യമങ്ങൾ പറയുന്ന തീരെ പ്രാധാന്യമില്ലാത്ത, അല്ലെങ്കിൽ CPM-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ചില പാഴുകളുണ്ട്. അതിലൊന്നാണ് മറ്റേ VS അച്യുതാനന്ദന്റെ സഹായിയായിരുന്ന A സുരേഷിനെയാണ് UDF മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ പിന്നെ പ്രേംകുമാർ, പിന്നെ ഇന്നിപ്പോൾ ഒരു ഐസക് രാവിലെ, അദ്ദേഹം പക്ഷേ CPM-നോടുള്ള ദേഷ്യം മൂലമൊന്നുമില്ല, മണ്ണാർക്കാട്, അത് CPM-നോടുള്ള ദേഷ്യം മൂലമൊന്നുമല്ല, അത് മുസ്ലിം ലീഗിനോടും CPI-യോടുമുള്ള കലിപ്പ് കൊണ്ടാണ് അദ്ദേഹം മണ്ണാർക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പയ്യന്നൂർ വി കുഞ്ഞികൃഷ്ണനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ജഷീർ പള്ളിവേൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടില്ലേ? ഇന്നലെ വരെ യൂത്ത് കോൺഗ്രസിനെതിരെ തെറിവിളി നടത്തിയ, അല്ലെങ്കിൽ കൊലവിളി നടത്തിയ ഒരാളെ എങ്ങനെയാണ് പയ്യന്നൂർ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യണം? ഈ ജഷീർ പള്ളിവേലിനെ പോലെയുള്ള ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സംസ്ഥാനത്തുണ്ട്. അവരുടെയൊക്കെ പുറം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരുടെ ശരീരഭാഗത്തുനിന്ന് നോക്കിയൊക്കെ കാണാൻ സാധിക്കുന്ന അനവധി മുറിവുകളുണ്ട്. ആ മുറിവുകളുടെ വേദനകൾ ഇന്നും അവർ പേറുന്നുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട് ഇന്നലെ വരെ എല്ലാ സുഖ സൗകര്യങ്ങളും CPM-നകത്തും LDF-നകത്തും അനുഭവിച്ച ആളുകളെ UDF കൊണ്ടുവന്ന് അവരെ മത്സരിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതിലും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിനകത്ത് മത്സരിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതല്ലേ? എത്രയോ ചെറുപ്പക്കാരുണ്ട് ഈ പാർട്ടിക്കകത്ത്. ഇപ്പോൾ സുധാകരന്റെ പുറകെയാണ്.
CPM കൂടെ നിന്ന് MLA ആയി 2 പ്രാവശ്യം മന്ത്രിയായ ഒരു വ്യക്തിയാണ് ഈ ജി സുധാകരൻ എന്ന് പറയുന്നത്. ജി സുധാകരനോട് നമുക്കൊക്കെ ഒരുപാട് ബഹുമാനമുണ്ടായിരുന്നു. അദ്ദേഹം അഴിമതി രഹിതനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു, ഒരു സഖാവായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ BJP സമീപിക്കുന്ന സമയത്ത് താൻ മരിച്ചാലും അതൊരു സഖാവായിട്ടായിരിക്കും, ഒരു CPM-കാരനായിട്ട് എനിക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞ് BJP-യുടെ ദൂതന്മാരെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടയാളാണ് ജി സുധാകരൻ. അന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് വെച്ച ഓഫറിൽ അദ്ദേഹം വീണുപോയില്ലേ? ആ ഓഫറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ഡീലും നടന്നിട്ടുണ്ട്. അതാണ് അമ്പലപ്പുഴയിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്. അതാണ് കഴിഞ്ഞ ദിവസം പാവം പിടിച്ച എ ഷുക്കൂർ, മുൻ ആലപ്പുഴ DCC പ്രസിഡന്റ് ആയിരുന്നു, അതുകൊണ്ട് മുൻ MLA ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന്. കാരണം ജി സുധാകരൻ UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ LDF-ന് ഒരു ഓപ്ഷൻ ഇതായിരിക്കുമെന്ന് കരുതി. പക്ഷേ അദ്ദേഹത്തിന് അത് ഏറെ വേദനയുണ്ടാക്കി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹം നമ്മളെ വിളിക്കുകയും നമ്മൾ അദ്ദേഹത്തോട് ആ ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരുന്നത്. കാരണം അദ്ദേഹം അതിന് തൊട്ടടുത്ത ദിവസം പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു. കാരണം അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെക്കും. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുവാൻ അദ്ദേഹം യോഗ്യനാണ്. അദ്ദേഹം സിറ്റിംഗ് MLA ആയിരിക്കുന്ന സമയത്ത് ആ സിറ്റിംഗ് സീറ്റിൽ സാമുദായിക പരിഗണനകൾ വെച്ച് മറ്റാളുകളെ പരിഗണിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ വേദനകളെ കോൺഗ്രസ് എങ്ങനെ സമാധാനിപ്പിക്കും? എത്ര വർഷങ്ങളായിട്ട് ഷുക്കൂറിനെ പോലുള്ള ആളുകൾക്ക് 52 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ഒക്കെ ജി സുധാകരന്റെ ക്ലാസ്സിൽ വെച്ച് അളക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ജി സുധാകരൻ മന്ത്രി വരെ ആയെന്നേ, 2 വട്ടം മന്ത്രിയായി. അദ്ദേഹത്തിന്റെ അനിയൻ രക്തസാക്ഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയനെ കൊന്നതാരാണ്? ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട ജി സുധാകരൻ. ഇന്നലെ രാവിലെ ഉണ്ടായ സൗഹൃദത്തിന്റെ മുമ്പിൽ തന്റെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ ജി സുധാകരൻ അടിയറവ് വയ്ക്കുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM നേതൃത്വം അദ്ദേഹത്തെ അവഗണിച്ച് കളയുന്നത്. ഇനി അദ്ദേഹവുമായിട്ട് ഒരു അനുനയ ചർച്ചയും വേണ്ട എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കാരണം അതാണ്. ഇനി എന്താണ് പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയെത്ര യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ സംസ്ഥാനത്തുണ്ട്. ഇപ്പോഴും 5 MP-മാരാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, MK രാഘവൻ. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. കെ സുധാകരൻ ഓൾറെഡി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാനത് ചോദിച്ചു കൊള്ളട്ടെന്നേ, അടൂർ പ്രകാശ് ആദ്യമായിട്ട് കോന്നിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം എന്തായിരുന്നു? അദ്ദേഹം ഇന്ന് കാണുന്ന അടൂർ പ്രകാശായിട്ടാണോ മത്സരിച്ചത്? അല്ലല്ലോ. ആ പ്രദേശത്ത് നിന്നുള്ള ഒരു നേതാവായിട്ടല്ലേ മത്സരിച്ചത്. അത് മനസ്സിലാക്കണ്ടേ? അതുപോലെ എത്രയെത്ര ചെറുപ്പക്കാർ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ അവരൊക്കെ ഇനി എങ്ങോട്ട് പോകണം? അനിൽകുമാർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന്, അവഗണിക്കപ്പെട്ടതിനെ തുടർന്നല്ലേ അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു യുവതുർക്കി ആയിരുന്നില്ലേ? P സരിൻ UDF വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്നില്ലേ? PS പ്രശാന്ത് വന്നില്ലേ UDF വിട്ട്? അദ്ദേഹത്തിനൊക്കെ യുവതുർക്കി എന്ന് തന്നെ വിശേഷിക്കാൻ പറ്റുന്ന ആളുകളല്ലേ അവരൊക്കെ. അപ്പോൾ ഈ UDF-ൽ നിന്ന് LDF-ലേക്ക് പോകുന്നതെല്ലാം ചെറുപ്പക്കാരും, ഈ പറഞ്ഞ LDF-ൽ നിന്ന് UDF-ലേക്ക് കെട്ടിയെടുക്കുന്നവരെല്ലാം LDF-ലെ പാഴുകളുമാണ്. ആ സത്യമെങ്കിലും ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണ്ടേ? കോൺഗ്രസ് കനകൂല തന്ത്രത്തിന്റെ പുറകെ പോകുന്നതിന്റെ പ്രശ്നമാണിത്. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. CPM-ൽ നിന്ന് ആരെങ്കിലും വന്ന് മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് നയപരിപാടികളോ നിലപാടുകളോ ഇല്ല എന്നല്ല വ്യക്തമാകുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിന്? അതല്ല എങ്കിൽ ഏത് രാഷ്ട്രീയ ആദർശത്തിന്റെ പേരിലാണ്, രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ CC മുകുന്ദനെയും ഈ പറഞ്ഞ ജി സുധാകരനെയും ഒക്കെ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നത്? ഇവരുടെയൊക്കെ ആരോഗ്യമൊന്ന് പരിശോധിക്കണ്ടേ? 75 വയസ്സ് കഴിഞ്ഞവർ മാറി നിൽക്കണമെന്ന് പരോക്ഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലെ കോൺഗ്രസ്. അങ്ങനെയുള്ള ആളുകളാണോ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് UDF-ന്റെ ഭാഗമാക്കി നിർത്തുന്നത്? ഓർമ്മകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയവരുടെ അടുക്കൽ പോയിട്ട് CPM-നെതിരെയും LDF-നെതിരെയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസമില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ്. സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തങ്ങൾക്ക് തനിയെ ജയിക്കാൻ സാധിക്കും. തങ്ങളുടെ പാർട്ടിക്കകത്തും ചുണക്കുട്ടികളായിട്ടുള്ള ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവരെ മത്സരിപ്പിച്ച് ഞങ്ങൾ ഭരണം പിടിക്കും എന്ന് പറയാനുള്ള ആർജവമില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയില്ലേ? അങ്ങനെ ഒരു ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇടതുപാളയത്തിൽ നിന്ന് ആളെ തപ്പി ഇറങ്ങുമായിരുന്നോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് കുന്നത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ
വീണ്ടും പറയുകയാണ്, കുന്നത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നല്ല ഒന്നാന്തരം പോരാളികൾ LDF-ലേക്ക് വരുന്ന ദിവസങ്ങളിൽ എത്താൻ വേണ്ടി പോവുകയാണ്. ഒരു വശത്തുകൂടി ഈ പാഴുകളെ ഇങ്ങനെ മാടി വിളിച്ച് UDF-നകത്ത് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് മറുവശത്ത് എന്താ സംഭവിക്കുന്നത് കണ്ടോളൂ. ഇപ്പം ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ കൊണ്ടുവന്നു. ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിന് അവിടെ നഷ്ടപ്പെട്ടത് ആരെയാണ്? R. രശ്മി എന്ന് പറയുന്ന അവരുടെ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് നഷ്ടപ്പെട്ടേക്കുന്നത്. കഴിഞ്ഞ തവണ KN ബാലഗോപാലുമായിട്ട് ശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു ആളായിരുന്നു R. രശ്മി എന്ന് പറയുന്നത്. ആ രശ്മി BJP-യിലേക്ക് പോകുന്ന കാഴ്ചയല്ലേ കണ്ടത്? എത്ര വർഷമായിട്ട് അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. ഐഷ പോറ്റിയെ ആര് തോപ്പിക്കും? കൊടിക്കുന്നിൽ സുരേഷ് തന്നെ തോപ്പിക്കും. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ മറ്റൊരു ശാപമാണ്. കൊടിക്കുന്നിൽ സുരേഷ് അടൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് വിജയിച്ചിട്ടുണ്ട്, മാവേലിക്കരയിൽ നിന്ന് പാർലമെന്റിലേക്ക് വിജയിച്ചിട്ടുണ്ട്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ മറ്റൊരു നേതാവിനെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് അനുവദിക്കുമോ? ഒരു തരത്തിലും അനുവദിക്കത്തില്ല. അതായത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും മറ്റൊരു നേതാവ് വളർന്നു വരാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എത്ര സീറ്റുകളുണ്ടോ ആ സീറ്റിൽ നിന്ന് ഒരു UDF MLA-യും വിജയിപ്പിക്കത്തില്ല. അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. പണ്ട് അടൂർ പാർലമെന്റ് നിയോജക മണ്ഡലം ഉണ്ടായിരിക്കുന്ന സമയത്ത് ആകപ്പാടെ അടൂർ അന്ന് ഒരു ജനറൽ സീറ്റായിരുന്നു. അവിടെ നിന്നുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാത്രമാണ് വിജയിച്ചു കയറി പോകുന്നത്. തിരുവഞ്ചൂരിനെ മാത്രമാണ് ഈ പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷിന് വെട്ടാൻ സാധിക്കാതിരുന്നത്. ബാക്കി എല്ലാ ആളുകളെയും വെട്ടി നിരത്തി കളഞ്ഞതേ. ഒരു പുനലൂർ മധുവൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയൊക്കെ രാഷ്ട്രീയമായി തന്നെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞത് ഈ കൊടിക്കുന്നിൽ സുരേഷല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ശാപങ്ങളെ പേറിക്കൊണ്ട് ഇടതുപക്ഷത്ത് നിന്ന് തള്ളിക്കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പാഴുകളെയും പേറിക്കൊണ്ട് UDF ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കും എന്നൊക്കെ പറയുന്നവർ ഏറ്റവും വലിയ പമ്പര വിഡ്ഢികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.